എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലരും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ എയർലൈൻസിന് പേയ്മെന്റ് കൊടുക്കും. പക്ഷേ നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ പൈസ ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇത്രയും കോടികളൊക്കെ മുടക്കി എയർപോർട്ട് പണിതിട്ടിട്ട് അവർക്ക് പൈസ ഒന്നും വേണ്ടേ? നമ്മുടെ കയ്യിൽ നിന്നും പൈസ ഒന്നും വാങ്ങാതെ അവർക്ക് ഇതൊക്കെ എങ്ങനെയാണ് മുതലാവുന്നത്? ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഈ എയർപോർട്ട് നിർമ്മിക്കാൻ ഏകദേശം എത്ര ചെലവ് വരും? ഈ കോസ്റ്റ് കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എയർപോർട്ടിന്റെ ലൊക്കേഷൻ, സൈസ്, എയർപോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, ലാൻഡ് അക്വിസിഷൻ ചാർജസ്, അങ്ങനെ കുറേ. ഇപ്പോൾ ഡൽഹിക്ക് അടുത്ത് നോയിഡയിൽ പണിതീർന്നുകൊണ്ടിരിക്കുന്ന ജേവർ എയർപോർട്ടിന്റെ ഒരു എക്സ്പെക്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 29,650 കോടി രൂപയാണ്. ഇത്രയ്ക്കൊക്കെ പൈസ മുടക്കാൻ പ്രൈവറ്റ് കമ്പനീസ് എന്തായാലും പെട്ടെന്ന് മുന്നോട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ജനറലി ഇന്ത്യയിൽ എയർപോർട്ടുകൾ നിർമ്മിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. ഇതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നോക്കി നടത്തുന്നതും നിർവഹിക്കുന്നതും പ്രൈവറ്റ് കമ്പനിയാണ്. ഇങ്ങനെ ഗവൺമെന്റും പ്രൈവറ്റ് കമ്പനിയും ചേർന്ന് ഒരു എയർപോർട്ട് ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് PPP, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഇന്ത്യയിൽ ഒരുവിധം എല്ലാ എയർപോർട്ടുകളും ഈ PPP മോഡലാണ് ഫോളോ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കൊച്ചിൻ എയർപോർട്ട്, അത് ഓൺ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. പക്ഷെ അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നിർവഹിക്കുന്നത് സിയാൽ, അതായത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്. ഇങ്ങനെ ഗവൺമെന്റും പ്രൈവറ്റ് ഫേംസും ചേർന്നിട്ട് എയർപോർട്ട് നിർമ്മിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിന് നടത്തിപ്പിനും കുറേ ചിലവുകളുണ്ട്. അതായത് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, റൺവേ മെയിൻ്റനൻസ്, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, വൈഫൈ, സെക്യൂരിറ്റി, എയർ ട്രാഫിക് കൺട്രോൾ, മാർക്കറ്റിംഗ്, അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് എക്സ്പെൻസ്, ഇതൊക്കെ കൂടാതെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്കും ഫീസ് കൊടുക്കണം. ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് AAI എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് ഇന്ത്യയിൽ എല്ലാ എയർപോർട്ടുകളും മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എയർ ട്രാഫിക് റെഗുലറൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ സേഫ്റ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇമ്പോസ് ചെയ്യുക. ഇതിനൊക്കെ ഓരോ എയർപോർട്ടും AAIക്ക് ഫീസ് കൊടുക്കണം. നമുക്ക് ഒരു എയർപോർട്ടിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് എത്ര വരും നോക്കാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഡൽഹി എയർപോർട്ടിന്റെ കാര്യം തന്നെ എടുക്കാം. ഡൽഹി എയർപോർട്ടിന്റെ എക്സ്പെൻസ് 2020 ഏകദേശം 4,231 കോടി രൂപയായിരുന്നു. അവിടെ വന്നിട്ടുള്ള പാസഞ്ചേഴ്സിന്റെ കണക്ക് കൂടി വെച്ച് നോക്കുമ്പോൾ ആ ഡൽഹി എയർപോർട്ട് ഓരോ പാസഞ്ചറിന്റെ മേളിലും ഏകദേശം ഒരു 2,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടുകൾ എങ്ങനെയാണ് ഈ സ്പെൻഡ് ചെയ്ത പൈസ തിരിച്ചു പിടിക്കുന്നതും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതും നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും എയർപോർട്ട്സ് രണ്ട് രീതിയിലാണ് പൈസ സമ്പാദിക്കുന്നത്. ഒന്ന് എയറോനോട്ടിക്കൽ റവന്യൂ വഴിയും മറ്റൊന്ന് നോൺ എയറോനോട്ടിക്കൽ റവന്യൂ വഴിയും. ആദ്യം നമുക്ക് എന്താണ് എയറോനോട്ടിക്കൽ റവന്യൂ എന്ന് നോക്കാം. വിമാന കമ്പനി എയർക്രാഫ്റ്റ് വാങ്ങി, പക്ഷേ എയർപോർട്ട് അവിടെ സ്വന്തമല്ലല്ലോ. അതുകൊണ്ട് എയർക്രാഫ്റ്റിൽ തങ്ങളുടെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യിക്കാനും അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാനും അവർ എയർപോർട്ടിന് പൈസ കൊടുക്കണം. എന്നിട്ട് നൈസായിട്ട് അവർ നമ്മുടെ ടിക്കറ്റിൽ ആഡ് ചെയ്ത് തരും. ഓരോ എയർക്രാഫ്റ്റും വെയിറ്റ് അനുസരിച്ച് ലാൻഡിംഗ് ചാർജ് കൊടുക്കണം. പിന്നെ എയർക്രാഫ്റ്റ് പാർക്കിംഗ് ഫീസ്. ഈ പാർക്കിംഗ് ഫീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പല കാര്യങ്ങളെയാണ്. എയർക്രാഫ്റ്റിൻ്റെ സൈസ്, അത് പാർക്ക് ചെയ്യാനെടുക്കുന്ന സമയം, പാർക്കിംഗ് ലൊക്കേഷൻ, ഇതൊക്കെ. പിന്നെ പാസഞ്ചർ സർവീസ് ഫീ പെർ പാസഞ്ചർ, ഇതും എയർലൈൻസിൽ നിന്ന് എയർപോർട്ട് ചാർജ് ചെയ്യും. ഇതിൽ എയർപോർട്ട് സെക്യൂരിറ്റി ഫീസ്, ടെർമിനൽ സർവീസ് ഫീസ്, പാസഞ്ചറിന് കൊടുക്കുന്ന ഫെസിലിറ്റീസിൻ്റെ ഫീസ്, യൂസർ ഡെവലപ്മെൻറ്റ് ഫീസ്, ഫ്യൂവൽ സർചാർജ് ഫീസ്, ഇതൊക്കെ ഉൾപ്പെടും. ഇതിൽ ചിലതൊക്കെ നമ്മുടെ ടിക്കറ്റിൽ മെൻഷൻ ചെയ്യും, ചിലത് ചെയ്യില്ല. ഇതൊക്കെ നമുക്കൊരു എക്സാമ്പിളോടെ മനസ്സിലാക്കാൻ നോക്കാം. ഒരു എയർക്രാഫ്റ്റ്, ഫോർ എക്സാമ്പിൾ എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ, അത് ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ എത്ര ഫീസ് എയർപോർട്ടിന് കൊടുക്കേണ്ടി വരും നമുക്ക് നോക്കാം. ബോയിങ് 787 250 പാസഞ്ചറിന് വരെ അക്കോമഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ വെയിറ്റ് 115 മെട്രിക് ടൺ ആണ്. ഒരു മെട്രിക് ടണ്ണിന് ഏകദേശം 1,148 രൂപയാണ് എയർപോർട്ടിൽ ലാൻഡിംഗ് ചാർജ് ഇനത്തിൽ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ലാൻഡിംഗ് ചാർജ് വരുന്നത് 1,32,220 രൂപയാണ്. ഇതിനുശേഷം പാർക്ക് ചെയ്യുന്ന സമയവും ലൊക്കേഷനൊക്കെ നോക്കി ഡൽഹി എയർപോർട്ട് ഇവരിൽ നിന്നും പാർക്കിംഗ് ഫീസ് വാങ്ങും. എയർക്രാഫ്റ്റിൽ നിന്ന് പാസഞ്ചേഴ്സിനെ ഇറക്കാൻ ഉപയോഗിക്കുന്ന എയറോ ബ്രിഡ്ജിന് വരെ ഒരു പൈസ എയർപോർട്ടിന് കൊടുക്കണം. അത് ഏകദേശം ഒരു 3,080 രൂപയാണത്. നോക്കൂ, ഈ എയർക്രാഫ്റ്റിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 250 ആണ്. ലാൻഡിംഗ് ആൻഡ് പാർക്കിംഗ് ഫീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പെർ പാസഞ്ചർ 550 രൂപ എയർപോർട്ടിന് കൊടുക്കണം. അപ്പോൾ അത് തന്നെ ഒരു 1,35,500 രൂപ വരുന്നുണ്ട്. ഇതിൽ വേറൊരു കാര്യം കേട്ടോ, എയർ ഇന്ത്യ എയർലൈൻസിൻ്റെ ഈ എയർക്രാഫ്റ്റിൽ സീറ്റ് ഫുള്ളാണോ വേക്കൻ്റ് ആണോ ഇതൊന്നും എയർപോർട്ടിന് അറിയേണ്ട ആവശ്യമില്ല. സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണോ അത്ര പൈസ എയർലൈൻ കമ്പനി കൊടുത്തേ പറ്റൂ. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ ഡേറ്റ് ആയിട്ടും സീറ്റ് ഫുള്ള് ബുക്കായിട്ടില്ലെങ്കിൽ എയർ ടിക്കറ്റുകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഓഫറിൽ കമ്പനികൾ വിൽക്കുന്നത്. ഇനി ഇതൊന്നും കൂടാതെ യൂസർ ഡെവലപ്മെൻറ്റ് ഫീസ്, നോർമലി ഇതൊരു 200 രൂപ അടുത്ത് വരും. പിന്നെ ഒരു ആവിയേഷൻ സെക്യൂരിറ്റി ഫീസ് പെർ പാസഞ്ചർ 200 രൂപ. പിന്നെ ഒരു പാസഞ്ചർ സർവീസ് ഫീസ് പെർ ഹെഡ് 50 രൂപ. ഈ പറഞ്ഞ ഫീസൊക്കെ എയർപോർട്ട് എയർലൈൻസിൽ നിന്ന് വാങ്ങുന്നു, എയർലൈൻസ് അത് നമ്മുടെ നിന്ന് വാങ്ങുന്നു. അപ്പോൾ ഈ ചാർജസ് ഒക്കെ ആകെ മൊത്തം ടോട്ടലായിട്ടൊന്ന് കൂട്ടി നോക്കിയാൽ ഒരു 1000 രൂപയുടെ അടുത്ത് വരും. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതായത് ഈ എയർപോർട്ട് പെർ പാസഞ്ചറിന് മേലെ ഏകദേശം 2,000 റുപ്പീസ് സ്പെൻഡ് ചെയ്യണമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ എയർപോർട്ട് പെർ പാസഞ്ചർ ചിലവാക്കുന്ന രൂപയിൽ ഏകദേശം 50% അവർ ഇങ്ങനെ തന്നെ തിരിച്ചു പിടിക്കുന്നു. ബാക്കി വരുന്ന 50% തിരിച്ചു പിടിക്കുന്നതും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും നോൺ എയറോനോട്ടിക്കൽ റവന്യൂ വഴിയാണ്. നോൺ എയറോനോട്ടിക്കൽ റവന്യൂ എന്ന് പറഞ്ഞാൽ അത് ഡയറക്ട്ലി എയർലൈൻസ് വഴി പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് എയർപോർട്ടിൽ ലഭിക്കുന്നതല്ല, അത് ഇൻഡയറക്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവും നമുക്കൊന്ന് നോക്കാം. ഒരു എയർപോർട്ടിൽ വരികയും പോവുകയും ചെയ്യുന്ന പാസഞ്ചേഴ്സിനെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും അവിടെ വാഹനങ്ങളൊക്കെ വരുമല്ലോ, ആ വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസാണ് ഒരു പ്രധാന വരുമാന മാർഗ്ഗം. അപ്പോൾ നമുക്ക് ഡൽഹി എയർപോർട്ടിൻ്റെ കാര്യം തന്നെ എടുത്താൽ 30 മിനിറ്റ് അവിടെ ഒരു 4 വീലർ നമുക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ 120 രൂപയാണ് പാർക്കിംഗ് ഫീസ് ആയിട്ട് അവർ ഈടാക്കുക. 30 മിനിറ്റ് 1 മണിക്കൂർ വരെ സമയമായി അത് 170 രൂപയാവും.
അത് കഴിഞ്ഞ് 5 മണിക്കൂർ വരെ ഓരോ മണിക്കൂറിനും 100 രൂപ വീതം കൂടിക്കൊണ്ടിരിക്കും. 5 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ 600 രൂപയാണ് പാർക്കിംഗ് ഫീസ്. 2 വീലറിനും പാർക്കിംഗ് ഫീസ് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഓല, ഊബർ തുടങ്ങിയ ടാക്സി സർവീസുകൾ അവർ ഫീസ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഡൽഹി എയർപോർട്ടിൽ ലാസ്റ്റ് ഇയർ ഏകദേശം ഒരു 7.36 crore പാസഞ്ചേഴ്സാണ് വന്നു പോയിട്ടുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഏകദേശം കണക്കെടുത്താൽ 150 രൂപ പെർ പാസഞ്ചർ പാർക്കിംഗ് ഫീസ് ഇനത്തിൽ ആ എയർപോർട്ടിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ എയർപോർട്ട് ഒരു ഷോപ്പിംഗ് മോളാണ്. റീറ്റെയിൽ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് ഔട്ട്ലെറ്റ്സ്, ബുക്ക് സ്റ്റോഴ്സ്, ആൽക്കഹോൾ സ്റ്റോർ, ഇതൊക്കെ അവിടെ ഉണ്ടാവും. ഇങ്ങനെ എത്ര ഷോപ്പുണ്ട് വരുന്നൊക്കെ റെൻ്റായിട്ടും സെയിൽസിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആയിട്ടും എയർപോർട്ട് പണം സമ്പാദിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കടന്നാൽ അപ്പോൾ തന്നെ 10 രൂപയുടെ ചായ 100 രൂപ ആകുന്നു, 20 രൂപയുടെ മാഗി 250 രൂപ ആകുന്നു. എയർപോർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. എല്ലാ ഷോപ്പുകളും ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലായിരിക്കും. നമുക്ക് ബോർഡിംഗ് ഗേറ്റ്സിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണമെങ്കിൽ ഈ എല്ലാ ഷോപ്പുകളുടെ ഇടയിൽ കൂടി നടന്നു വേണം പോകാൻ. എയർപോർട്ടിൻ്റെ മെയിൻ ഏരിയയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സീറ്റിംഗ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സീറ്റിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. അതായത് പാസഞ്ചേഴ്സിന് അവിടെ ഇരിക്കണം എന്ന് തോന്നിയാൽ സീറ്റൊക്കെ ഫുള്ളാണെങ്കിൽ അവർ പോയിട്ട് ഓപ്പൺ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഓപ്പൺ ഫുഡ് കോർട്ടിലോ പോയിരുന്ന് അവിടെ ഓർഡർ ചെയ്ത് അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ പോകും. ഇങ്ങനെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് വഴി പെർ പാസഞ്ചർ ഏകദേശം 150 മുതൽ 200 രൂപയാണ് എയർപോർട്ടിൽ ലഭിക്കുന്നത്. ഈ നോൺ എയറോനോട്ടിക്കൽ റവന്യൂവിൻ്റെ അണ്ടറിൽ വരുന്ന വേറൊരു കാര്യമാണ് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ്. അതായത് ഇന്റർനാഷണൽ ഡിപ്പാർച്ചറിലും പിന്നെ അറൈവൽ ഏരിയയിലും ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് കണ്ടിട്ടുണ്ടാവും. അത് ഇതിൻ്റെ പിന്നെ ലോജിക്ക് നോക്കിയാൽ സപ്പോസ് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടാണെങ്കിൽ അയാൾക്ക് അവിടെയും ടാക്സ് കൊടുക്കണം, ഇവിടെ വന്നതിന് ശേഷം ഇവിടെയും ടാക്സ് കൊടുക്കണം. അപ്പോൾ ഡബിൾ ടാക്സേഷൻ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ നോർമലി ഒരാൾ എന്ത് ചെയ്യും, എയർപോർട്ടിൽ നിന്ന് സാധനം വാങ്ങാതെ നേരെ പുറത്തിറങ്ങിയിട്ട് സാധനം വാങ്ങുള്ളൂ. അപ്പോൾ ഈ എയർപോർട്ടിൽ കിട്ടുന്ന റവന്യൂ ആണ് അവിടെ ലോസ് ആവുന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിനെ ടാക്സ് ഫ്രീ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾ അവിടെ വന്ന് സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ റവന്യൂ ആ എയർപോർട്ടിന് ലഭിക്കുന്നു. ഈ നോൺ എയറോട്ടിക്കൽ റവന്യൂ കിട്ടുന്ന 15 to 20% ഇൻകമും അത് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് വഴിയാണ് എയർപോർട്ടിന് ലഭിക്കുന്നത്. ഇതൊന്നും കൂടാതെ എയർപോർട്ടിൽ അഡ്വർടൈസിംഗ് സ്പേസസ് വഴിയും അഡ്വർടൈസിംഗ് ബോർഡ്സ് വഴിയും എയർപോർട്ടിന് ഇൻകം ലഭിക്കും. സാധാരണയായിട്ട് ഒരു എയർപോർട്ടിന് ലാൻഡ് അക്വിസിഷൻ നടത്തുമ്പോൾ കുറേ എക്സ്ട്രാ സ്പേസ് കൂടി അവർ അക്യൂർ ചെയ്ത് വയ്ക്കും. ഇത് എയർപോർട്ട് ഓപ്പറേഷണൽ ആകുമ്പോൾ ഹോട്ടലുകളും പിന്നെ എന്റർടൈൻമെന്റ് ഹബ്സുകളൊക്കെ തുടക്കാനാണിത്. ഇതിൽ നിന്നൊക്കെ എയർപോർട്ടിന് വരുമാനം ലഭിക്കുന്നു. കോവിഡിന്റെ പീരീഡിൽ വെച്ച് ഒരു എയർപോർട്ടും ലോസിലായിട്ടില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രൈവറ്റ് കമ്പനീസ് ലോൺ പോലെ എടുത്തിട്ട് എയർപോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് എയർപോർട്ട് ലോഞ്ചിൽ നിന്നും 2 രൂപയ്ക്ക് പോലും നല്ല സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം എങ്ങനെ കഴിക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ക്യാൻ വിസിറ്റ്. താങ്ക് യു.